സെക്ഷൽ ഗ്രൂമിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാത്ത മാതാപിതാക്കളും അധ്യാപകരുണ്ട്. എന്താണ് സെക്ഷൽ ഗ്രൂമിങ് എന്ന് പറയുന്നത്? അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചെറിയ കുട്ടികളെ പ്രണയിക്കുക, അല്ലെങ്കിൽ അവരെ കബളിപ്പിക്കുക, ലൈംഗികമായിട്ട് ഉപയോഗിക്കുക, ഇത്തരം വലയിൽ വീഴുന്ന എന്തുമാത്രം കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ദിവസവും കേൾക്കുന്നുണ്ട്. അവിടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ, ഈ അടുത്തായിട്ട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ പേരിൽ പേടിപ്പെടുത്തിയിട്ടും കുട്ടികളെ അനുസരിപ്പിക്കാനുള്ള ഒരു ഉപകരണമായിട്ടൊക്കെ കണക്കാക്കാറുണ്ട്. സെക്ഷൽ ഗ്രൂമിങ് എന്ന് പറയുന്നത് ഇതുവരെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ പല രീതിയിൽ കുട്ടികൾ കബളിപ്പിക്കപ്പെടുകയാണ് പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും സംരക്ഷിക്കേണ്ട, അതായത് അച്ഛൻ, അമ്മ, അധ്യാപകർ, കൂട്ടുകാർ, അമ്മാവൻ, അമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവരിൽ നിന്നൊരിക്കലും ഒന്നും സംഭവിക്കില്ല എന്നല്ല. ഇവരും മനുഷ്യരാണ്. ഇവർ നമ്മളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളാണ് എന്നുള്ള ബോധ്യം കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉണ്ടാവേണ്ടതാണ്. എന്നാൽ 12-13 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രണയം തോന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് പ്രണയം തോന്നാം അതേ പ്രായത്തിലുള്ള ആളുകളോടായിട്ട്. ഇതല്ലാതെ ഒരു 12 വയസ്സും 13 വയസ്സുള്ള കുട്ടിക്ക് 20-25 അല്ലെങ്കിൽ 30 വയസ്സുള്ള ആളുകളോട് പ്രണയം തോന്നുന്നത് അതൊരു പ്രണയമല്ല, അതൊരു സെക്ഷൽ ഗ്രൂമിങ് ആണ്, അതൊരു ട്രാപ്പാണ്. അത് ഉറപ്പായിട്ടും ടീനേജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.